പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഒരുപക്ഷെ നിങ്ങൾ തലക്കെട്ട് കണ്ടപ്പോൾ ചിരിച്ചു കാണും. ഈ അടുത്തൊരു നാളില് എന്റെ വീഡിയോ അത് അമേരിക്ക തീയെപ്പറ്റി പറഞ്ഞ വീഡിയോ കേട്ട ഒരു 3-4 പേര് എനിക്ക് എഴുതി ചോദിച്ചു, അച്ഛാ നായ്ക്കൾ സ്വർഗത്തിൽ പോവുകയല്ലേ? കാരണം അതിനവരെ പ്രേരിപ്പിച്ച വചനം നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 22:15. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്, ദൈവരാജ്യത്തിൽ നിന്ന് പുറത്ത് എന്ന വാക്കാണ്. അത് വെച്ചുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്, അച്ഛാ പട്ടി സ്വർഗത്തിൽ പോകുന്നു. ഹല്ലേലൂയ. അതെ, പട്ടിയോ മൃഗങ്ങളോ സ്വർഗത്തിൽ പോകുന്ന വിഷയമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. പിന്നെയോ അതെ, ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചതിന്റെ അർത്ഥം ബൈബിളിലെ 2 ഭാഗങ്ങൾ ഞാൻ ഉദ്ധരിക്കുന്നു. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ ഭാഷയിൽ നമ്മൾ പറയാറുള്ള ഒന്നാണ്, എന്താണ് തൃശ്ശൂരൊക്കെ പറയും നായിന്റെ മോനെ. അല്ല കില്ലപ്പട്ടി, ഇവിടെ കോട്ടയം ഭാഗത്ത് പറയും. എന്താണ്, ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അനുസരിക്കാത്തപ്പം മകനോടോ മകളോടോ പറയുന്നതാണ്. പുകവലിക്കാൻ നിർത്താൻ പറഞ്ഞായിരിക്കും, കള്ളുകൂടി നിർത്താൻ പറഞ്ഞായിരിക്കും. നിർത്താത്തപ്പം അരിശപ്പെട്ട അപ്പനോ അമ്മയോ പറയുന്ന നായിന്റെ മോനെ, അല്ലെങ്കിൽ കില്ലപ്പട്ടി നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്ന്. അത് പറയുമ്പോൾ കില്ലപ്പട്ടിയുടെ മക്കളാര അല്ലെങ്കിൽ നായിന്റെ മക്കളാണ്, അപ്പോൾ അപ്പനും നായിയാണ് അമ്മയും നായിയാണെന്ന അർത്ഥം. ഹല്ലേലൂയ. അറിയാതെ പറഞ്ഞു പോകുന്ന അരിശം കൊണ്ട്. പ്രിയമുള്ളവർ, നമ്മൾ വായിക്കുന്നുണ്ട് സുഭാഷിതം പുസ്തകം 26:11. സുഭാഷിതം അധ്യായം 26:11. ഭോഷത്വം ആവർത്തിക്കുന്നവൻ ശ്രദ്ധിച്ചത് തിന്നുന്ന നായെപ്പോലെയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, പട്ടിയെപ്പറ്റി പറയും ഛർദ്ദിച്ചത് തിന്നു. അത് വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് പത്രോശ്ലീഹ എഴുതുന്നുണ്ട്. 2 പത്രോസ് 2:22. നായ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണും ഉരുളുന്നു. ഇതൊരു പഴമൊഴിയാണ്. ഇത് ഇവരെ സംബന്ധിച്ച് ശരിയാണ് എന്ന്. ആരെ സംബന്ധിച്ച്? അത് നമ്മൾ പത്രോസിന്റെ ലേഖനം 2-ാം ലേഖനം അധ്യായം 2 മുഴുവൻ വായിച്ചാലേ അതിന്റെ പൊരുൾ മനസ്സിലാവും. നമ്മൾ ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോൾ അത് മാത്രം എടുത്താൽ പോരാ, അതിന് മുൻപിലും പിൻപിലുമുള്ള ഭാഗങ്ങളൊന്ന് വായിച്ച് അതിന്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം. നമ്മൾ വായിക്കുന്നു, വ്യാജ പ്രവാചകരെ പറ്റി പറയുന്ന ഒരു അധ്യായമാണ് 2 പത്രോസ് അധ്യായം 2. അതായത് വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും. അതാണ് ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു. അതിനുശേഷം പറയാണ്, കള്ളം പറയുകയും ദൂഷണം പറയുകയും ചെയ്യുന്നവരെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ തെറ്റിൽ ജീവിക്കുന്നവരെ പറ്റി പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് പത്രോസ് പറയാണ്, 2-ാം അധ്യായം 20 മുതൽ വചനങ്ങൾ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിനു ശേഷം വീണ്ടും അവയിൽ കുടുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേനേക്കാൾ മോശമായിരിക്കും. കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനകളെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നായ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണും ഉരുളുന്നു എന്ന പഴമൊഴി ഇവരെ സംബന്ധിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ കുമ്പസാരങ്ങളും നമ്മുടെ പ്രതിജ്ഞകളും ധ്യാനം കൂടുതലും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറയും. പാവങ്ങളൊക്കെ കണ്ടുപിടിക്കും. നമ്മൾ ഒരു ദിവസം അനുഭവിച്ചു എന്ന് പറഞ്ഞ് കരയും പാപത്തെ ഓർത്ത്. വേണേ അത് ഛർദ്ദിക്കും അവിടെ കുമ്പസാരക്കൂട്ടുള്ള അച്ഛന്റെ അടുക്കൽ. എന്നിട്ട് വീണ്ടും അതിലേക്ക് ആവർത്തിച്ചു പോകുന്നു. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറയാണ്, ഒരുപക്ഷെ വിജാതിയർ നമ്മൾ പറയുന്ന ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആയിരിക്കും നമ്മളെക്കാൾ ആദ്യം സ്വർഗത്തിൽ പോകുന്നത്. കാരണം അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ല, കൽപ്പനകൾ അറിഞ്ഞിട്ടില്ല. നമ്മളിത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ സഭയിൽ നടക്കുന്ന പല കാര്യങ്ങളും അഭ്യസ്ത വിദ്യര്, തിയോളജി അറിയാവുന്നവര്, ദൈവശാസ്ത്രം അറിയാവുന്നവര് ഒക്കെയാണ് പരസ്നേഹത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത്.
എങ്ങനെ വാസ്തവത്തിലൊപ്പം മൃഗതുല്യമായ ജീവിതം എന്ന് പറയും. പരസ്പരം സ്നേഹിക്കുകയാണ് ഈശോയുടെ ഏറ്റവും വലിയ കൽപ്പന. വിശുദ്ധ കുർബാനയെ തൊട്ടുകൊണ്ടുപോലും ആ കൽപ്പന ലംഘിച്ചുകൊണ്ട് നടക്കുന്നു. എത്ര പേർക്ക് അതിന്റെ ഫലമായിട്ട്, എത്ര കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് വിശ്വാസ ച്യുതി വന്നു. ഇതൊന്നും ആർക്കൊരു പ്രശ്നമല്ല. അതാണ് മൃഗതുല്യമായ ജീവിതം എന്ന് പറയും. പന്നിയെപ്പോലെ ജീവിക്കുന്നു, പട്ടിയെപ്പോലെ ജീവിക്കുന്നു. മൃഗതുല്യമായ ജീവിതം എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക വിശിഷ്ടമായ ബുദ്ധി ഇല്ലാത്തവർ എന്നാണ്. നമുക്ക് മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്ന അങ്ങനെയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധി ഉള്ളവർ ആണ്. എന്നാൽ അതില്ലാത്തവരാണ് മൃഗങ്ങൾ. ഇപ്പൊ കാണുന്ന മൃഗങ്ങൾക്ക് ആ വിശേഷ ബുദ്ധി കൂടുതൽ മനുഷ്യനേക്കാൾ. കാരണം മൃഗങ്ങളെക്കാൾ മോശമായിട്ട് മനുഷ്യൻ ജീവിക്കുന്നത്. നമുക്കറിയാം, മൃഗങ്ങള് ഭ്രൂണകത്തെ ചെയ്യാറില്ല. മൃഗങ്ങൾ ആണും പെണ്ണും കൂടെ കെട്ടുകയില്ല, ഇണചേരുകയില്ല. എന്നാൽ ഇത് നേരെ തിരിച്ച് മൃഗങ്ങളെക്കാൾ മോശമായി മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ തന്നെ പറയുന്ന ഭാഷ പോലെ പത്രോശ്ലീഹ അല്ലെങ്കിൽ സുഭാഷിതം എഴുതിയ ആള് നായിന്റെ മോനെ പട്ടിയുടെ മക്കളെ വിളിച്ചത്. അതായത് നായ്ക്കളെപ്പോലെ നിങ്ങളും സ്വർഗത്തിൽ പോവില്ല എന്ന്. കാരണം നമുക്കറിയാം, നായ്ക്കളെ നമ്മുടെ വീടുകളൊക്കെ നോക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മൃഗങ്ങളെ മനുഷ്യനെ ഈ ഭൂമിയിൽ കൊള്ളാണ്, സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അല്ല. സ്വർഗത്തിൽ പോകുന്നത് ആത്മാവ് ഉള്ള മനുഷ്യരാണ്. അവിടെ പട്ടിയുടെ ആവശ്യമൊന്നുമില്ല, അവിടെ പശുവും പാലൊന്നും ആവശ്യമില്ല. അതേപ്പറ്റി പിന്നെ വേറൊരു വീഡിയോ ഞാൻ പറയാം. പിന്നെ ഇവിടെ എന്താണ് എന്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്, മൃഗതുല്യമായ ജീവിതം നയിക്കരുത് എന്ന് റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 5 മുതൽ ഞാൻ വായിക്കുകയാണ്. എന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താൽപര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. ആ ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അപ്പൊ ജഡപരമായ ജീവിതം, സുഖലോലുബലാമദ്യാസക്തി, ജീവിത വികൃത, ഇതെല്ലാം കൊണ്ട് മനസ്സ് ചഞ്ചലപ്പെട്ട് ലൂക്ക 21:34 നമ്മൾ വായിക്കുന്നത്. അപ്രകാരം ജീവിക്കുന്നവർ, അതുപോലെ തന്നെ ജഡത്തെ സ്നേഹിച്ചുകൊണ്ട്, ലോകത്തെ സ്നേഹിച്ചുകൊണ്ട്, കണ്ണുകളുടെ ഇച്ഛ അല്ലെങ്കിൽ ലോകത്തിന്റെ ഇച്ഛ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കാതെ, യേശുവിനെ സ്നേഹിക്കാതെ ജഡികമായി മൃഗങ്ങളെ പോലെ ജീവിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല എന്ന്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് നമ്മൾ തന്നെ ചോദിക്കാം, നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്, ഈ ആത്മാവിനടുത്ത ഒരു ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആത്മീയമായിട്ട് ആണ് നമ്മൾ ജനിച്ചത് എങ്കിൽ ആത്മീയമായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം എന്ന്. ലോകത്തിന് അനുസരിച്ചല്ല, ലോകത്തെ ക്രൂശിക്കണം എന്ന്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്യർ 5:24, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിനാലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിനാൽ വ്യാപരിക്കാം. ഹല്ലേലൂയ. നാം പരസ്പരം പ്രകോപിപ്പിക്കുകയും അസൂയപ്പെടുകയും ഭർത്താഭിമാനികളായി ജീവിക്കുകയും ചെയ്യാതിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പം ഈ ജഡികമായ ഈ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുവാൻ ആണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഭാഗം കൂടിയാണ്, ഇതോടനുബന്ധിച്ച് നമ്മൾ വായിക്കേണ്ടതാണ്. ഹെബ്രായർ 6-ാം അധ്യായം 6 മുതൽ വചനങ്ങൾ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പങ്കുകാരാകുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോയാൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവത്തിനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. പ്രിയമുള്ളവർ, ഇതും നമ്മൾ ഈ വചനത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. വീണ്ടും പാപം ചെയ്ത് പാപത്തിലേക്ക് വീണ്ടും വീണ്ടും പോവുക. നമ്മൾ ആവർത്തിച്ചതുകൊണ്ട് കർത്താവ് ക്ഷമിക്കയില്ല എന്നും അർത്ഥാക്കരുത്. ഇനിയും ഇത് കേട്ട ശേഷം പലരും പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും. പ്രിയമുള്ളവർ, ഇതിന്റെ അർത്ഥം ഈശോ നമ്മൾ എത്ര തവണ പാപം ചെയ്താലും ക്ഷമിക്കും. കാരണം അവൻ കരുണയാണ്, കരുണാസമുദ്രമാണ്. പക്ഷെ അത് ഓർത്തുകൊണ്ട് ക്ഷമിക്കുമല്ലോ എന്നുകൊണ്ട് വീണ്ടും പാപം ചെയ്യുന്നവരെ പറ്റിയാണ് പട്ടികൾ അല്ലെങ്കിൽ നായ്ക്കൾ എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണമേ. നമ്മൾ അത് വായിക്കുന്നുണ്ട്. പ്രഭാഷകൻ പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതുന്നു, പാപം ചെയ്തിട്ട് എനിക്കെന്തു സംഭവിച്ചു എന്ന് പറയരുത്, കർത്തൃകോപം സാവധാനമേ വരൂ,
ക്ഷമിക്കുമല്ലോ എന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിശീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ എന്ന് നീട്ടിവെക്കരുത്. പ്രഭാഷകൻ 5-ാം അധ്യായം 6-7 വചനങ്ങളാണ്. വായിക്കണം. അതായത് ചിലർ കുംസാരിക്കാമല്ലോ ശനിയാഴ്ച, അതുകൊണ്ട് അങ്ങ് പാപം ചെയ്യുകയാണ്. അങ്ങനെ ഒത്തിരി പേര് എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഉറച്ചൊരു തീരുമാനം, ആത്മാവിൽ ജീവിക്കാത്തവർ ആ തീരുമാനമെടുത്തുകൊണ്ട് ഇനി ഞാൻ പാപം ചെയ്യില്ല. നമ്മൾ ഓരോ കുമ്പസാരത്തിലും എടുക്കുന്ന തീരുമാനം, ഇനി ഞാൻ പാപം ചെയ്യില്ല. ഈ കണ്ടീഷനിലാകത്താൽ ക്ഷമിക്കരുത്. ആ ബലഹീനതയിൽ ഒരു പിന്നീട് പാപം ചെയ്തേക്കാം. ആ ബലഹീനത കർത്താൻ അറിയാം. എന്നാൽ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് എനിക്ക് വീണ്ടും കുംസാരിക്കാമല്ലോ, അച്ഛന്മാരും ഉണ്ടല്ലോ, അതുകൊണ്ട് പാപം ചെയ്തോളം കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കുന്ന കർത്താവ് ക്ഷമിക്കുമല്ലോ. കർത്താവ് അത് ശിക്ഷിക്കുകയില്ല. അതെ, ഇങ്ങനത്തുള്ള ആ മനോഭാവത്തോടെ എത്ര എണ്ണമറ്റ പാപങ്ങളാണെങ്കിലും കർത്താവ് ക്ഷമിച്ചോളും. ഒക്കെ ശരിയാണ് ഈ പറയുന്നതെല്ലാം. പക്ഷെ അവിടെ ആ മനോഭാവം, അതായത് നമുക്കറിയാം പാപത്തിന് 2 തരത്തിലുണ്ട്. ഒന്ന് കഠിന പാപം എന്ന് പറഞ്ഞാൽ കഠിനമായി ചിന്തിച്ചിട്ട് തമ്പുരാൻ ഇങ്ങനെ ക്ഷമിക്കുമല്ലോ, എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ലൈസൻസാണ് കുമ്പസാരം എന്ന് ചിന്തിക്കുന്ന രീതി, അത് കൊള്ളില്ല. പിന്നെ ബലഹീനത വരുന്നു, മനുഷ്യൻ പാപം ചെയ്യുന്നു. ബലഹീനതയായുള്ള പാപങ്ങൾ കർത്താവ് വളരെ എളുപ്പം ക്ഷമിക്കും. നമ്മൾ എത്ര വലിയ തീരുമാനമെടുത്താലും ചിലപ്പോൾ ചില സാഹചര്യത്തിൽപ്പെട്ട് പാപം ചെയ്യും. അപ്പോൾ തന്നെ കർത്താവിലേക്ക് തിരിയണം. എന്നാൽ തിരിയാതിരിക്കുന്നവരെ പറ്റിയും പറഞ്ഞു. അത് ക്ഷമിക്കുമല്ലോ എന്നോർത്ത് അത് വീണ്ടും പാപം ചെയ്യുന്നവരും നാളെ എന്ന് പറഞ്ഞിട്ട് അനുതാപത്തിന് വൈകുന്നവരും എല്ലാം ഈ ഭാഷ പറഞ്ഞ പട്ടികളാണ്, അല്ലെ മൃഗങ്ങളാണ്, ജഡികമായി ജീവിക്കുന്നവരാണ്. ക്ഷമിക്കണം. ആരും വിചാരിക്കരുത് നിങ്ങൾ ആരെങ്കിലും പട്ടിന്ന് വിളിച്ചെന്ന്. ഞാനും പട്ടി തന്നെയാണ്. ഹല്ലേലൂയ. അത് ഞാനും മൃഗതുല്യമായി ചിലപ്പോൾ ജീവിച്ചു പോകാറുണ്ട്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, അനുദപിച്ച് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യരായിരിക്കാൻ, മാത്രമല്ല ദൈവ മക്കളായിരിക്കാൻ. നമ്മൾ പട്ടിയോ മൃഗമോ അതെ പൂച്ചയോ ആയാലല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ തമ്പുരാന്റെ മക്കളായിട്ട്, യേശുവിന്റെ സുഹൃത്തുക്കളായിട്ട്, യേശുവിൽ രക്ഷിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ നമുക്ക് മക്കളെ ആ ജീവിതം ജീവിക്കാം. അതിന് കർത്താവ് കൃപ തരട്ടെ. സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. കഴിയുമെങ്കിൽ 2 പത്രോസ് അധ്യായം 2 മുഴുവൻ വായിക്കുക. വിശദമായിട്ട് പത്രോസോട് പറയുന്നുണ്ട്. അതിന്റെ അവസാനമാണ് പറയുന്നത്, അത് നായ്ക്കൾ ഛർദ്ദിച്ചത് തിന്നുന്നുവെന്നും പന്നി വീണ്ടും ചെളിക്കുഴിയിലേക്ക് വീഴുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ളവർ ഉണ്ട് എന്ന്. മാത്രമല്ല വചന പ്രഘോഷകരെ പറ്റിയും എന്നെപ്പറ്റിയും അച്ഛന്മാരെയും മത്താമാരെയും പറ്റിയും കൂടെ പരാമർശമാണ് ആദ്യത്തെ ഭാഗം. അതായത് പ്രസംഗിക്കുന്നവരെല്ലാം തെറ്റുപഠിപ്പിക്കുന്നു, കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കാതെ ഇതെല്ലാം പറഞ്ഞതിനെപ്പറ്റിയെല്ലാം ഉണ്ട്. ഇതെല്ലാം വായിക്കുക മക്കളെ. നമുക്കെല്ലാം സർവോപരി വിശുദ്ധരായി ജീവിക്കാം. കർത്താവായ മക്കൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തു വിശുദ്ധൻ ആയിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധരായിരിക്കണം. അത് വലിയൊരു പഠനമാണ്. 1 പത്രോസ് അധ്യായം 1 15 16. അവിടുന്ന് വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധരായിരിക്കുക. ആ വിശുദ്ധിയിലൂടെയാണ് നമ്മൾ അവിടുത്തെ മുഖം സ്വർഗത്തെ കാണുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. ഞാനൊരു ആശീർവാദം തരാം. കാരുണ്യ കർത്താവേ, ഈ ചെറു വീഡിയോ ശ്രമിച്ച ഇവരെ അനുഗ്രഹിക്കണമേ. അത് അല്പം നർമ്മരസമായിട്ടായിരിക്കാം ആദ്യം കേട്ടത്. പട്ടി സ്വർഗത്തിൽ പോകുമോ, നായ്ക്കൾ സ്വർഗത്തിൽ പോകുമോ എന്ന ഒരു നിഷ്കളങ്കമായ ചോദ്യം, അതിന്റെ ഉത്തരം ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരുണ്യ കർത്താവേ, മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അതെ, ഞങ്ങൾ ആത്മീയമായി ജനിച്ചവരും ആത്മീയമായി ജീവിക്കുന്നവരുമാണ്. കൂടാശകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ദൈവസ്നേഹത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ഒരിക്കലും ഒരു ജഡികാസക്തിയിൽ കുടുങ്ങി മൃഗതുല്യമായ ജീവിതം ജീവിക്കാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അപ്രകാരം മൃഗതുല്യമായി ജീവിക്കുന്ന ധാരാളം ക്രൈസ്തവർ തന്നെയുള്ള കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവ് ഒഴുക്കിന് എതിരെ നീന്തിക്കൊണ്ട് അങ്ങയുടെ മൂല്യങ്ങളും അങ്ങ് പഠിപ്പിച്ച സത്യങ്ങളും മുറുകെ പിടിച്ച് അങ്ങാകുന്ന വഴിയിലൂടെ, അങ്ങാകുന്ന ജീവനിലൂടെ കർത്താവ് സത്യത്തിനു വേണ്ടി സത്യത്തിൽ നിലകൊള്ളുവാൻ, എല്ലാ കള്ളവും മാറ്റിക്കൊണ്ട് സത്യസന്ധതയിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കൂ, ഇവരെ അനുഗ്രഹിക്കൂ. ഇവരോരോരുത്തരെയും അങ്ങയുടെ പൊട്ടുന്ന ചങ്കിലേക്ക് സമർപ്പിക്കുന്നു. ആ ചോരയാൽ കഴുകൂ, ആ ജീവജലത്താൽ നിറയ്ക്കൂ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കൂ. അമ്മേ, നല്ല അമ്മേ, നിന്റെ അമലോത്ഭ ഹൃദയത്തിലൂടെ, വ്യാകുല ഹൃദയത്തിലൂടെ ഞാനിപ്പോൾ ഇത് ശ്രമിക്കുന്ന ഓരോരുത്തരെയും നിന്റെ മകന്റെ ആ ചങ്ക് പൊട്ടിയ ഹൃദയത്തിലേക്ക് അർപ്പിക്കുന്നു. പൊട്ടിയ ചങ്കിലേക്ക്, പൊട്ടിയ ഹൃദയത്തിലേക്ക് അർപ്പിച്ച് ലോകത്തുള്ള എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട്
സ്വർഗത്തിലുള്ള വൈദികരോടും വിശുദ്ധരോടും ചേർന്നുകൊണ്ട് ഞാനിപ്പോൾ ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.